ഒരു കോളേജിന്റെ ഓഫീസിനകത്ത് കയറി പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് അഡ്വൈസറെയും SFIയുടെ ഏരിയ ഭാരവാഹികൾ മർദ്ദിച്ചതിലും ആ മർദ്ദിച്ചതിന് ശേഷം ഞങ്ങൾ ആംബുലൻസിൽ ആശുപത്രിയിൽ അയക്കും, 2 കാലും കുത്തി ഈ ക്യാമ്പസിനകത്ത് കയറില്ല പ്രിൻസിപ്പാൾ എന്ന് SFIയുടെ ഏരിയ നേതൃത്വം പ്രഖ്യാപിച്ചതിലും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഖേദം പ്രകടിപ്പിക്കാൻ SFIയുടെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ അഫ്സൽ തയ്യാറാവുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എനിക്കിപ്പോ അറിയേണ്ടത്. അല്ല, ഖേദം പ്രകടിപ്പിക്കുകയാണെന്ന് SFIക്ക് തൽക്കാലം ഒരുക്കല്ല. പക്ഷേ SFIയുടെ ഏരിയ പ്രസിഡന്റിന്റെ ചെവിയുടെ കർണപടം പൊട്ടിയിട്ടും ചെവിയുടെ കർണപടം പൊട്ടിയിട്ടും ആ ക്യാമ്പസിനകത്ത് ഓഫീസിനകത്ത് കയറി SFIക്കെതിരെ ചർച്ച ഉണ്ടാക്കുന്ന കാലത്ത് അങ്ങനെ SFIക്ക് ചർച്ച ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ അധ്യാപകരോട് മോശമായി പെരുമാറി എന്ന തരത്തിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ പ്രചരിപ്പിക്കുമെന്ന് അറിഞ്ഞിട്ടും അത്തരം ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് SFI കണ്ടുപോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു കോളേജിന്റെ ഓഫീസിനകത്ത് കയറി SFIയുടെ ഏരിയ പ്രിൻസിപ്പാളിനെ തല്ലുന്നത് നമ്മൾ കണ്ടു, എല്ലാവരും കണ്ടു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ 19 വയസ്സുള്ള അധ്യാപകൻ തല്ലി എന്നുള്ള നിങ്ങളുടെ വാദം ഞാൻ എടുക്കാം അഫ്സലെ. അങ്ങനെ ചെയ്താൽ പോലും എങ്ങനെയാണ് ഓഫീസിനകത്ത് വിദ്യാർത്ഥിയുടെ ചെവിയുടെ കർണപടം അടിച്ചാലും അവന്റെ തല അല്ലി പൊളിച്ചാലും അവനെ കൊന്നു കളഞ്ഞാലും പ്രതികരിക്കണ്ട എന്നാണ് ശ്രീ അഭിലാഷ് പറയുന്നത്. മനസ്സിലാക്കുന്നത് ശരി, വിദ്യാർത്ഥിയുടെ കർണപടം പ്രിൻസിപ്പാൾ അടിച്ചു പൊട്ടിച്ചാൽ അധ്യാപകൻ നടത്തിയ ഹൂളിഗാനിസം അല്ല, ക്യാമ്പസിനകത്ത് കയറി അധ്യാപകനെ തല്ലുന്നതാണോ പ്രതികരണം? തല്ലുകൊണ്ട് അധ്യാപകനെ ആശുപത്രിയിൽ സമ്മതിക്കാതെ ഇയാളുടെ 2 കാലും തല്ലി ഓടിക്കും, 2 കാലിൽ ഇയാൾ ഇനി കോളേജിൽ വരില്ല എന്ന് പറയുന്നതാണോ പ്രതികരണം? അതാണോ പ്രതികരണം? ശരി, വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചാൽ അതിന്റെ പ്രതികരണം SFI നടത്തേണ്ടത് ആംബുലൻസ് വേണ്ടിവരും, 2 ആംബുലൻസ് എന്ന് പ്രഖ്യാപിക്കുന്നതാണോ പ്രതികരണം? ഇതാണോ SFIയുടെ പ്രതികരണം? ഇതാണോ SFIയുടെ സംസ്കാരം? ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ നിയമം നടപ്പാക്കാനുള്ള സംവിധാനം ഇവിടെ കേരളത്തിൽ പോലീസോ നിയമം നീതിന്യായ സംവിധാനം ഒന്നും വേണ്ടല്ലോ, SFI മതിയല്ലോ, ഞങ്ങൾ ഭരിക്കാൻ ക്യാമ്പസുകളെ. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ അഫ്സലിനോട് ചോദിച്ചത് SFIക്ക് ഖേദമുണ്ടോന്ന്. SFIക്ക് ഖേദമില്ലല്ലോ. നമ്മൾ ഈ കണ്ട കാര്യത്തിൽ ഒരു കോളേജിന്റെ ഓഫീസിനകത്ത് കയറി പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് അഡ്വൈസറെയും തല്ലിയ കാര്യത്തിലും അവരെ ഇനിയും തല്ലും, കാലുവെട്ടും, 2 കാല് കുത്തി ഇതിനകത്ത് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞതിനും ഖേദമില്ലല്ലോ. ഖേദമുണ്ടോ അഫ്സലെ? ഖേദമില്ലല്ലോ. ശ്രീ അഭിലാഷ്, ഇതിപ്പോ എന്റെ അവസരത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് താങ്കളാണ്. രാഷ്ട്രീയം പറയാൻ എനിക്ക് അവസരം തരണം. നിങ്ങൾ ഇങ്ങനെ പ്രസംഗം നടത്തിയോണ്ട് ഇത് ചർച്ച മുന്നോട്ട് പോവില്ല. ഇവിടെ ഞാൻ വളരെ കൃത്യമായി കാര്യം പറഞ്ഞു. ഇവിടെ ജിഷ്ണു പ്രണോയിമാരുണ്ടായ ഒരു സംസ്ഥാനം ഒരു 4-5 വർഷക്കാലം മുമ്പ്, കുറച്ച് വർഷക്കാലം മുമ്പ് ഇതേ അഭിലാഷ് മറ്റൊരു ചാനലിരുന്ന് ജിഷ്ണു പ്രണോയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നു. അന്ന് അധ്യാപകരും മാനേജ്മെന്റും ഇടിമുറിയിട്ട് കൊന്ന, അടിച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ച ജിഷ്ണു പ്രണോയ്ക്ക് വേണ്ടി വാത്തോരാതെ അഭിലാഷ് സംസാരിക്കുന്നത് എന്ന് വളരെ കൃത്യമാണ്. നീതിക്ക് വേണ്ടി ഏത് സന്ദർഭത്തിലും വിദ്യാർത്ഥികളുടെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് നടത്തി ആ കോളേജിന്റെ ഇടിമുറിയിലിട്ട് ഒരു എക്സ് മിലിറ്ററിക്കാരനായ നല്ല ശാരീരിക പവറുള്ള ഒരു അധ്യാപകൻ, ഒരു പ്രിൻസിപ്പാള് ഒരു വിദ്യാർത്ഥിയുടെ ചെവിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ചാലും ശ്രീ അഭിലാഷിന് പ്രശ്നമില്ലാതിരിക്കാൻ കാരണം നിങ്ങളുടെ ചാനലിന്റെ മൂലധന താല്പര്യമാണ്. പിന്നെ നിങ്ങൾ പ്രിൻസിപ്പാളിനെ മർദ്ദിച്ചിട്ട് ഈ മാതിരി പേക്കൂത്തൊക്കെ കാണിച്ചിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും കൊലവിളി മുഴക്കിയിട്ട് മൂലധന താല്പര്യത്തിന്റെ കാര്യം പറഞ്ഞാൽ മതി. എന്റെ അഫ്സല, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു സാമാന്യ ബോധം ഉണ്ട് എന്നെങ്കിലും SFIയുടെ നേതാക്കൾ ദയവേത് വിചാരിക്കണം. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? ചെയ്ത കാര്യം തെറ്റായി പോയി.
കാണുന്നുണ്ട്. നിങ്ങളുടെ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ അഫ്സലെ? ഇനി നാളെ ഏത് കോളേജിന്റെ ഓഫീസിലും കയറി അവിടുത്തെ SFIക്കാർ ഇതുപോലെ ചെയ്താലും ന്യായീകരിക്കാനും സംരക്ഷിക്കാനും ആളുണ്ടെന്ന് വന്നാൽ നോക്കൂ, ഈ കുട്ടിക്കൂട്ടങ്ങളെ ഇങ്ങനെ അഴിച്ചുവിടുന്ന അവസ്ഥയാവും. തിരുത്തേണ്ടത് നിങ്ങളാണ് അഫ്സലെ. തിരുത്താനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് ഇനിയും. വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ അതിലൊന്നും പറയില്ല. വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അഫ്സല് അയച്ചു തന്ന വിഷ്വൽ എന്റെ കയ്യിലുണ്ട്. ഞാനത് അല്പസമയത്തിനകം കാണിക്കാം.